തന്റെ പുതിയ സിനിമ വരവിന്റെ റിലീസിന് ശേഷം മീഡിയയോട് സംസാരിക്കവേ നടനും സംവിധായകനുമായ ജോജു ജോർജ് പറഞ്ഞ ചില കാര്യങ്ങൾ വൈറലായിരുന്നു. പ്രമുഖ നടനും ഭാര്യയും തനിക്കെതിരെ PR വർക്ക് ചെയ്യുന്നു എന്നാണ് ജോർജു പറഞ്ഞത്. നടന്റെ വാക്കുകൾ വൈറലായപ്പോൾ നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ലക്ഷ്മി മേനോൻ നടനെ പിന്തുണച്ച് എത്തുകയും ചർച്ചയാകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തിരുന്നു. ഇത് ഏത് പെൺകോന്തനായ ഭർത്താവിൻ്റെയും അവിടെ സ്ഥിരം കലാപരിപാടികളല്ലേ, നമ്മൾ അതിലും മുകിലനാണ് ചേട്ടാ. ഇതായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷ്മി ഇട്ട പോസ്റ്റ്. ലക്ഷ്മിയുടെ സ്റ്റോറി കൂടി വൈറലായോടെ ജോജുവിനെ തകർക്കാൻ നോക്കുന്ന നടനും ഭാര്യയും ആരെന്നുള്ള തരത്തിൽ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. അക്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ ജിൽജോയ് എന്നൊരാൾ പങ്കിട്ട കുറിപ്പും അതിൽ വന്ന പ്രതികരണങ്ങളുമാണ് ചർച്ചയാകുന്നത്. ജോജുവിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് രമേശ് പിഷാരടിൽ നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായെന്നും അന്ന് ആ സംഭവം നടക്കുമ്പോൾ ആ നടനും ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു എന്നും കുറിപ്പിൽ പറയുന്നു. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ജോജു ജോർജിനെ സ്റ്റേജിൽ കയറാതിരിക്കാൻ രമേശ് പിഷാരടി അന്നൊരു മോശം കളി കളിച്ചുവെന്ന് സംവിധായകൻ അഖിൽമാരാർ അടുത്തിടെ പറഞ്ഞിരുന്നു. ദുബായിൽ വെച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് കൈരളിയിലെ ഒരു പ്രോഗ്രാം നടന്നിരുന്നു. മമ്മൂട്ടി ഉൾപ്പെടെ ഉള്ളവർ ക്ഷണിച്ചുകൊണ്ടാണ് ജോജു ജോർജ് ആ ഗൾഫ് പരിപാടിയിൽ പങ്കെടുത്തത്. മറ്റൊരു പ്രധാന നടനും ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു, ഒപ്പം അയാളുടെ ഭാര്യയും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടായി. അതിനുശേഷം രമേശ് പിഷാരടിയുടെ കൗശലത്തിലൂടെ ജോജുവിനെ സ്റ്റേജിൽ കയറാതെ ഇരുത്തി ജോജു ഇറങ്ങിപ്പോയി എന്നാണ് അഖിൽ പറഞ്ഞത്. അഖിൽമാരാർ ഇലക്ഷൻ സമയത്ത് പല ഗുണ്ടുകളും പറഞ്ഞുവെങ്കിലും ആ പറഞ്ഞത് സത്യമാണെന്ന് വേണം കരുതാൻ. ഇതേപ്പറ്റി രമേശ് പിഷാരടിയോട് അന്ന് ചോദിച്ചപ്പോൾ തൻ്റെ കൗശലം നിറഞ്ഞ ശൈലിയിൽ അഖിൽ അന്ന് പറഞ്ഞതല്ലേ അല്ലേ നാളെ പറയുക, അപ്പോൾ അത്രയോ ഇതിന് വിലയുള്ള എന്ന രീതിയിൽ മറുപടി പറഞ്ഞു. രമേശിൻ്റെ പ്രിയപ്പെട്ട നടൻ്റെ ആ PR ടീം അത് വൈറലാക്കി. പക്ഷേ അങ്ങനൊരു സംഗതി നടന്നിട്ടുണ്ട്. ജോജു അപമാനിതനായി ഇറങ്ങിപ്പോയ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് എന്നായിരുന്നു കുറിപ്പ്. ജോജു ഉദ്ദേശിച്ച നടൻ കുഞ്ചാക്കോ ബോബനും ഭാര്യയുമാണെന്ന് ചിലർ കുറിച്ചത്. നായാട്ട് സിനിമയുടെ സമയത്ത് തന്നെ ജോർജും കുഞ്ചാക്കോ ബോബനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചിലർ കുറിച്ചു. കുഞ്ചാക്കോ ബോബന്റെ പേര് മാത്രമല്ല ജയസൂര്യയുടെ പേരും ചിലർ പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം വെറും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആളുകൾ പറയുന്നത് എന്നതാണ് മറ്റൊരു സത്യം. പേര് പറയാതെ എല്ലാവരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന തരത്തിൽ സംസാരിച്ചതിന്റെ പേരിൽ ജോജുവിന് നേരെയും വിമർശനം ഉയരുന്നു. ഒരു നടനും ഭാര്യയും കൂടാതെ മലയാളത്തിലെ പല പ്രമുഖ താരങ്ങൾക്കും പെയ്ഡ് PR എനിക്കെതിരെ ചെയ്യുന്നുണ്ട്. എൻ്റെ പുതിയ ചിത്രം വരവിന് ആസൂത്രിതമായി നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് എന്നാണ് ജോർജു ജോർജ് ആരോപിച്ചത്.